കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കർത്താവായ യേശുമിശിഹായുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, കർത്താവായ യേശുമിശിഹായുടെ നല്ലൊരു ശിഷ്യന്മാരായി തീരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു യഥാർത്ഥ ശിഷ്യൻ എന്തായിരിക്കണം, ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ജീവിതത്തിലെ കർത്തവ്യം എന്താണെന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്നത് ആ കർത്താവിൻ്റെ ജ്വലിക്കുന്ന തീക്കട്ട നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ അനുഗ്രഹത്തിലും കർത്താവായ യേശുമിശിഹായെ കൂടുതൽ ചേർത്ത് വയ്ക്കാനാണ് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു ശിഷ്യൻ്റെ മുമ്പിൽ കർത്താവായ യേശുമിശിഹ പ്രത്യേകമായി ചില സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് കർത്താവായ യേശുമിശിഹ ശിഷ്യന്മാരെ നോക്കി അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി ഇരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നോയമ്പ് കർത്താവായ യേശുമിശിഹ നമ്മുടെ മുമ്പാകെ വഴി തുറന്നു വയ്ക്കുകയാണ്. നിങ്ങൾ കടന്നു വരിക, എന്നോടൊപ്പം ജീവിക്കുക, എൻ്റെ ഉള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെല്ലാം കർത്താവായ യേശുമിശിഹാൻ്റെ ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും. എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്? ശിഷ്യന്മാർക്കൊരു വിലയുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും കർത്താവായ യേശുമിശിഹാൻ്റെ ശിഷ്യനാണ്. ഓരോ ക്രിസ്ത്യാനിയും കർത്താവായ യേശുമിശിഹായ്ക്ക് വേണ്ടി ജീവിക്കണം. ഓരോ ക്രിസ്ത്യാനി കർത്താവായ യേശുമിശിഹായെ മാത്രം ധ്യാനിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുമിശിഹ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരുപാട് അടയാളങ്ങൾ കാണിക്കുന്നുണ്ട്. ദ സൈൻസ് ഓഫ് ദ ടൈംസ്. എന്തിനാ നമ്മൾ വിശ്വസിക്കണം? എന്തിനാ വിശ്വസിക്കുന്നത്? കർത്താവായ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നെപ്പോലെ നമ്മളെപ്പോലെ അനേകം വ്യക്തികൾക്ക് സത്യത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുമിശിഹ ജീവിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുമിശിഹ സത്യത്തിനു വേണ്ടി ജീവിച്ചവരായതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് നമ്മളും മനസ്സിലാക്കണം, നമ്മളും സത്യത്തിനു വേണ്ടി ജീവിക്കണം. ഈ സത്യം നമ്മളെ സ്വതന്ത്രനാക്കും, ഈ സത്യം നമ്മളെ രക്ഷപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണെന്ന്, കർത്താവായ യേശുമിശിഹ എവിടെ പോയാലും ദൈവികമായ വിശ്വാസത്താലും പിതാവിൻ്റെ സ്നേഹം മുമ്പിൽ വെച്ചുകൊണ്ടാണ് പോയത്. ഇന്ന് ഞാനും നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും കർത്താവായ യേശുമിശിഹാൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്നുണ്ടോ? കർത്താവായ യേശുമിശിഹാൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? കർത്താവായ യേശുമിശിഹാൻ്റെ ജീവിതവും നമ്മുടെ ജീവിതം ചേർക്കപ്പെടുന്നുണ്ടോ? നമ്മൾ പ്രത്യേകമായി ചിന്തിക്കണം. ഈ നോയമ്പ് കാലത്ത് നമുക്ക് മനസ്സിലാക്കാം, എന്തായാലും എങ്ങനെയായാലും ദൈവത്തോടൊപ്പം ജീവിക്കുക, ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളും അനുഗ്രഹം പ്രാപിക്കും, നമ്മളും കൂടുതൽ ദൈവികമായ സ്നേഹത്തിൽ വളരും. ഈ നോയമ്പ് കാലത്ത് നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവായ യേശുമിശിഹായെ പോലെ നമുക്ക് പിതാവിൻ്റെ മുമ്പിൽ വിനയത്തോടെ അനുസരണം പാലിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് ആചരിക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിന് നോയമ്പായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.